ഫെബ്രുവരി 7 ശനിയാഴ്ച. മാർക്കോസ് 6:30 മുതൽ 34 വരെ വാക്യങ്ങൾ. കഴിഞ്ഞ മാസം മുതൽ മാസത്തിലെ ഒരു ദിവസം ദൈനംദിന പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും വിജനമായ ഒരു സ്ഥലത്ത് കുറച്ച് മണിക്കൂറുകൾ ചെലവഴിക്കാനും ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ സമയങ്ങളിൽ ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ നോക്കുകയോ ഏതെങ്കിലും അപ്പസ്തോല പ്രവൃത്തികളിൽ ഏർപ്പെടുകയോ ചെയ്യില്ല. കർത്താവിനോടൊപ്പം കുറച്ചു സമയം ഒറ്റയ്ക്ക് ചെലവഴിക്കാനും എൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനും വിശ്രമിക്കാനും ആ ദിവസം ഞാൻ ആഗ്രഹിക്കുന്നു. വാസ്തവത്തിൽ ഇന്നത്തെ സുവിശേഷത്തിൽ ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോസ്റ്റലന്മാർ അവരുടെ ആദ്യ മിഷൻ കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോൾ അവർ എത്ര ക്ഷീണിതരാണെന്ന് യേശു കണ്ടു. അതുകൊണ്ട് അവരോട് വിശ്രമിക്കാൻ അവരെ ക്ഷണിച്ചു. ജനക്കൂട്ടത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ അവൻ അവരോട് ആവശ്യപ്പെട്ടു. അവരോട് ഒരു വിജനമായ സ്ഥലത്ത് പോയി കുറച്ചു നേരം വിശ്രമിക്കാൻ പറഞ്ഞു. ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും സമയമില്ലാത്തൊരു വർക്കഹോളിക് ആണോ നിങ്ങൾ? പ്രത്യേകിച്ച് ഇടവകയിലെ പാസ്റ്റർമാരും പുരോഹിതന്മാരും ഒക്കെ ചിലപ്പോൾ അവരുടെ ജോലിയിൽ മുഴുവൻ സമയം മുഴുകിയിരിക്കുന്നതിനാൽ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള പ്രാർത്ഥനാ സമയം പോലും മാറ്റിവയ്ക്കുന്നു. ഇടയ്ക്കിടെ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കുറച്ച് കൂട്ടുകാരുമൊത്തോ പ്രാർത്ഥിക്കാൻ താൻ ഒരു വിജനമായ സ്ഥലത്തേക്ക് പോയിരുന്നുവെന്ന് യേശുവിനെ കുറിച്ച് സുവിശേഷത്തിൽ പരാമർശിക്കുന്നുണ്ട്. വിശ്രമത്തിനും ധ്യാനത്തിനും സമയം ലഭിക്കുന്നതിന് നമ്മളും ജനക്കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കാൻ സമയം കണ്ടെത്തണം. തീർച്ചയായും ആവശ്യക്കാരായ ആളുകൾക്ക് യേശു തന്നെ ലഭ്യമാക്കി. തൻ്റെ സമയം എങ്ങനെ ക്രമീകരിക്കണമെന്ന് യേശുവിന് അറിയാമായിരുന്നു. മറ്റുള്ളവർക്ക് സമീപിക്കാൻ പ്രയാസമുള്ള ഒരു പാസ്റ്ററാണോ നിങ്ങൾ? തീർച്ചയായും ആളുകളോട് ചില അവസരങ്ങളിൽ അതെ എന്ന് പറയാനും മറ്റു ചില അവസരങ്ങളിൽ അല്ല ഇല്ല എന്ന് പറയാനും സാധിക്കണം. എല്ലാ സാഹചര്യങ്ങളിലും ശരിയായ പ്രവർത്തനഗതി നിർണയിക്കാൻ നമുക്ക് വിവേചനത്തിൻ്റെ ദാനം നൽകാൻ പരിശുദ്ധാത്മാവിനോട് അപേക്ഷിക്കാം. പലരും ജോലി ചെയ്യുന്നത് നാളെ ഇല്ല എന്ന മട്ടിലാണ്. ഞായറാഴ്ച വിശ്രമ ദിനമായി പ്രഖ്യാപിച്ചാലും ഈ ദിവസവും പലരും പല ജോലിക്കും പോകുന്നു. ഒരു റിപ്പോർട്ട് പൂർത്തിയാക്കാൻ ഓവർ ടൈം ജോലി ചെയ്യുന്നതും പലപ്പോഴും ഭക്ഷണ സമയം പാലിക്കാത്തതും ശാരീരികമായും മാത്രമല്ല മാനസികമായും വൈകാരികപരമായും ആരോഗ്യത്തിന് ഹാനികരമാണ്. അതിനാൽ പ്രിയപ്പെട്ടവരെ, അല്പനേരം വിശ്രമിക്കാൻ യേശുവിൻ്റെ ക്ഷണം നമ്മുടെ ശരീരത്തെ മാത്രമല്ല നമ്മുടെ ആത്മാവിനെയും റീചാർജ് ചെയ്യുകയും അങ്ങനെ നമ്മുടെ സുബോധം നിലനിർത്തുകയും ചെയ്യും. എല്ലാവർക്കും നല്ല വിശ്രമം നൽകുന്ന ഒരു വീക്കെൻഡ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.